എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ടേസ്റ്റി ഇന്നോവേഷൻസ്. അപ്പോൾ നമ്മൾ ഓണം സീരീസ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ നമ്മളുടെ ഓണ വിഭവം സാമ്പാറാണ്. സദ്യയിലെ ഒരു മെയിൻ ആയിട്ടാണ് സാമ്പാർ. സാമ്പാർ തന്നെ പല രീതിയിൽ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നാടൻ വറുത്തരച്ച സാമ്പാറാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 1/3 കപ്പ് തുവരപ്പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാനൊന്ന് വെള്ളത്തിലിട്ട് കുറച്ച് നേരം വെച്ചിട്ടുണ്ട്, പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മളിതൊന്ന് വേവിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ കുക്കറിലാണ് വേവിക്കുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടാണ് നമ്മളൊരു 2-3 വിസിൽ അടിച്ചാൽ മതി. അത് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ സാമ്പാറിന് വേണ്ടിയിട്ട് ഞാനിവിടെ മുരിങ്ങാക്കായ, അതുപോലെ തന്നെ വെണ്ടയ്ക്ക, തക്കാളി, ഇത്രയും പച്ചക്കറികളാണ് എടുത്തത്. ഒരു 2 മുരിങ്ങാക്കായ, ഒരു 4-5 വെണ്ടയ്ക്ക, ഒരു തക്കാളി, ഇത്രയാണ് എടുത്തത്. അപ്പം ഞാനിവിടെ വെണ്ടയ്ക്കൊന്ന് ഫ്രൈ ചെയ്തിട്ടാണ് ചേർക്കുന്നത്. ഇതൊരു ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ വെണ്ടയ്ക്കയുടെ കൊഴുപ്പൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് സാമ്പാറിലേക്കുള്ള മസാല റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെയിം പാനിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണയാണ് നമ്മളിതിന് ഉപയോഗിക്കുന്നത്. ഇനി അതൊന്ന് വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ അതിലേക്ക് ആദ്യം ചേർക്കേണ്ടത് കായമാണ്. അപ്പോൾ കട്ടിക്കായ ആണെങ്കിൽ മാത്രം ആദ്യം ചേർത്താൽ മതി, പൊടിയാണെങ്കിൽ അവസാനം ചേർത്താൽ മതി. അപ്പോൾ ഞാനിവിടെ പൊടിയാണ് ചേർക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ ചേർക്കുന്നത് ഉലുവയാണ്. ഒരു 1/2 ടീസ്പൂണോളം ഉലുവ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതൊന്ന് ഫ്രൈ ആയ ശേഷം നമ്മൾ അതിലേക്ക് മുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ചേർക്കുന്നത് കാശ്മീരി ചില്ലിയാണ്. അതാകുമ്പോൾ നല്ല കളർ ഉണ്ടാവും. കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്, ഒരു 10-13 എണ്ണം ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മുളക് എത്ര വേണോ അത്ര ചേർക്കാം. ഇപ്പോൾ കാശ്മീരി ചില്ലിനെ വേണമെന്നില്ല, സാധാ വറ്റൽ മുളക് നമുക്ക് ചേർക്കാവുന്നതാണ്. അതൊന്ന് വാടി വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഒരു 1/4 കപ്പ് പച്ചമല്ലി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി മല്ലി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതൊരു 4 ആൾക്കുള്ള സാമ്പാറിൻ്റെ അളവാണ് ഞാനിപ്പോൾ പറയുന്നത്. ഇനി മല്ലി നന്നായിട്ടൊന്ന് ഫ്രൈ ആയ ശേഷം നമുക്കതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. മല്ലി ഒന്ന് ആയതിനു ശേഷം നമ്മൾ അതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി തേങ്ങ നല്ല ബ്രൗൺ കളർ ആവുന്നവരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ചെറിയ ഉള്ളി, നമ്മൾ സാമ്പാർ ഓണിയൻ എന്ന് പറയില്ലേ, അത് വേണമെങ്കിൽ ഒറ്റൊന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇപ്പോൾ ഉള്ളിയും വെളുത്തുള്ളിയും ഒന്നും ചേർക്കാതെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പല സ്ഥലങ്ങളിലും ഇപ്പം കോഴിക്കോട്, കണ്ണൂർ ഭാഗങ്ങളിലൊക്കെ വെളുത്തുള്ളി ചേർക്കാറുണ്ട്. അപ്പം നമ്മളുടെ ഭാഗത്ത് വെളുത്തുള്ളി ചേർക്കാറില്ല. നമ്മൾ കുറച്ച് കറിവേപ്പില ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചെറിയ ഉള്ളി ഒന്ന് ചേർത്ത് കൊടുക്കാം. തേങ്ങ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് കുറച്ച് കായം, ഒരു 1/2 ടീസ്പൂണോളം കായം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം തീ ഓഫ് ചെയ്യാം. പലരും വറക്കുന്ന സമയത്ത് കടലപ്പരിപ്പ്, അതേപോലെ പരിപ്പ് എല്ലാം ചേർത്ത് കൊടുക്കും. ഞാനതൊന്നും ചേർത്തിട്ടില്ല. നമ്മൾ നല്ല നാടൻ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാറിയ ശേഷം അരച്ചെടുക്കണം. മസാല നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നമ്മളുടെ പരിപ്പ് വെന്തിട്ടുണ്ട്. അപ്പോൾ പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. ഉടച്ചു കൊടുത്ത ശേഷം നമ്മളതിലേക്ക് കഷ്ണങ്ങളെല്ലാം ചേർത്ത് കൊടുക്കുകയാണ്. മുരിങ്ങാക്കായ, അതുപോലെ തക്കാളി അരിഞ്ഞത്, നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക, ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ പുളി എന്ന് പറയുന്ന ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലെടുത്തിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തതാണ്. അതും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കാം. അതൊരു ഏകദേശം ഒരു 1/4 കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വേവുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കണം. പലരും ഇത് സെപ്പറേറ്റ് ആയിട്ട് വേവിക്കാറുണ്ട്. ഞാനതല്ല, എല്ലാം കൂടി ഒന്നിച്ചിട്ടാണ് വേവിക്കുന്നത്. കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് തുടങ്ങുമ്പോൾ നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നു. ഇനി നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാൻ പോവാണ്. തേങ്ങയും മല്ലി എല്ലാം കൂടി വറുത്തരച്ചതാണ്, അത് നമ്മൾ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ സമയത്ത് നമുക്ക് ആവശ്യമുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. എത്ര നമ്മളുടെ ഗ്രേവിക്ക് സാമ്പാറിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണോ അതിനനുസരിച്ചുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. സാമ്പാർ നന്നായിട്ട് തിളച്ച് തുടങ്ങി. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമ്മൾ അതിലേക്ക് വറുത്തിടാൻ പോവാണ്. കടുക്, വറ്റൽമുളക്, കറിവേപ്പില, ഇത്രയും എണ്ണയിൽ ഫ്രൈ ചെയ്തതാണ്.
വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ നാടൻ വറുത്തരച്ച സാമ്പാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ വെണ്ടയ്ക്കയും മുരിങ്ങക്കായും വെച്ചിട്ടാണ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് പച്ചക്കറി വെച്ചിട്ടും സാമ്പാർ വയ്ക്കുന്ന ഏത് പച്ചക്കറി വെച്ചിട്ടും ഇതേപോലെ ചെയ്യാവുന്നതാണ്. ഇതിന് ഇരിക്കുന്തോറും ഒന്ന് കട്ടിയായിട്ട് വരും. അപ്പോൾ ഈ നാടൻ സാമ്പാർ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. നമുക്ക് അടുത്ത ഓണവിഭവമായിട്ട് അടുത്ത ദിവസം കാണാം. അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. താങ്ക്